ഞാൻ എന്ത് ഗ്രഹിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്. മേലിൽ ഇത് പറയരുത്, പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ കുടുംബം തകർത്തി എന്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എന്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എന്റെ കുടുംബം തകർത്ത് എന്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയൂ. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ. മേലിൽ ഇത് പറയരുത്, പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ്. എന്നെ കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും. ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ കാണും. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ, ജഗദീഷ് മത്സരിച്ച ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്ട്. എന്നിട്ട് എന്തായി? ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത്. രാഷ്ട്രീയമൊക്കെ ശരിയാ. അന്ന് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് ഗ്രഹിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എന്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേതെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? ഒരു കുടുംബ വഴക്കിന് മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം. അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്ട് പറയുന്നതായിട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയാണ്, അത് പറയിക്കണ്ട. ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് CBI വന്നതിനോട് ചോദിച്ചപ്പോഴും ഞാനിത് പറഞ്ഞു. എന്റെ അടുത്ത കസേരയിൽ നിയമസഭയിൽ ഇരുന്ന ഉമ്മൻചാണ്ടി സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചു. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മൻചാണ്ടി അങ്ങനൊന്നും ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ അച്ഛനാണ് അറിയാവുന്ന, അദ്ദേഹം എന്നോട് ഇതാണ് പറഞ്ഞ വാക്ക്. ഞങ്ങളത് എഴുതി വെക്കട്ടെ എന്ന് CBIക്കാർ ചോദിച്ചു. എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ എനിക്കുണ്ടായിരുന്ന പോരെ എന്ന് എഴുതിക്കോളൂ എന്ന് CBIക്കാരോട് പറഞ്ഞാണ് ഞാൻ. അവരെഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവരെ മൊഴിയെടുത്ത് പരിശോധിച്ചാൽ അറിയാം. ചുമ്മാ അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂല്ലോ. എന്ത് ദ്രോഹിച്ചു എന്ന് വെറുതെ പറയുന്നതല്ലേ. അങ്ങനൊന്നും പറയണ്ട. ആരെയാണ് ദ്രോഹിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്റെ 2 മക്കളെയും എന്നെയും കൂടി വേറെ പിരിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ എന്റെ മക്കളെ എന്നെയും വേറെ പിരിച്ചത് ഈ ഉമ്മൻചാണ്ടിയല്ലേ. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ചു വിടാത്തത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞാൽ അനിയ കൂടിപ്പോവും എന്ന് ഞാൻ പറയണം. നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ആവശ്യം ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികളുമായിട്ട് ഇറങ്ങരുത്. അത് അന്തസ്സിന് നിരച്ച പരിപാടിയല്ല. ഞാൻ ചാണ്ടി ഉമ്മ മത്സരിച്ചപ്പം ചാണ്ടി ഉമ്മനെതിരായിട്ട് പുതുപ്പള്ളി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഇതുവല്ലം പറഞ്ഞോ? വഷളത്തരം വല്ലതും പറഞ്ഞു? ഉമ്മൻചാണ്ടിയുടെ മകനാണ്, വലിയ ദൈവവിശ്വാസിയാണ് പറയുന്നതെങ്കിൽ വഷളത്തരം പറയാതിരിക്കുക. ഒരാളെ എല്ലാവരെയും ചീത്ത പറഞ്ഞു തുടർന്നു. ശ്രീ കെ കരുണാകരനെ അദ്ദേഹത്തിന് ഭാര്യയും വരെ ചീത്ത പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നു. ഇപ്പം അന്ന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ. ഞാൻ കോൺഗ്രസുകാരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ശ്രീ കെ കരുണാകരന്റെ പത്നിയെ ബഹുമാനിയായ ഈ പറയുന്ന ഇന്നത്തെ നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശിവകുമാർ, ഈ പറയുന്ന പ്രധാനപ്പെട്ട പന്തളം സുധാകരൻ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾക്കെല്ലാം ചോറ് വിളമ്പിക്കൊടുത്ത അമ്മയെപ്പോലെ നോക്കിയ കരുണാകരൻ സാറിന്റെ ഭാര്യയെ പറ്റി തോന്നിവാസം പറഞ്ഞപ്പോൾ അയാളെ വിലക്കാൻ ആരും ഉണ്ടായില്ല. അന്ന് പറയാവുന്ന ഗണേഷ് കുമാർ മാത്രമേ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ശ്രീ കെ കരുണാകരനോട് കടപ്പാടും സ്നേഹവും ബഹുമാനവുമുള്ള ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ പോലും ഉണ്ടായിരുന്നില്ല. ഏതാ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആള് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് അന്തസ് വേണം കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ. ആരെയാണ് പറയുന്നത്, ആരാണ് കെ കരുണാകരൻ എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പത്നി, അവരുടെ മഹത്വം എന്താണ്, അവരുടെ നന്മ എന്താണ് എന്ന് അറിഞ്ഞുകൂടെങ്കിൽ KC വേണുഗോപാലെ പോലുള്ള നേതാക്കൾ അത്തരം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തും കുറച്ച് യൂത്ത് കോൺഗ്രസുകാർക്ക് നടന്നങ്ങ് പറയാം ആരെക്കുറിച്ച്. അച്ഛന്റെ പ്രായമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ഉപയോഗിച്ച വാക്കുകൾ എന്താണ് നമ്മൾ ഓർത്താൽ മതി. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചുകൊണ്ട് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇലക്ഷൻ അടുത്ത് വരികയാണ്. വീണ്ടും പതുക്കെ